നമ്മളിനി മറ്റ് വാർത്തകളിലേക്കാണ്, നേരെ ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. 18ാം പടിയുടെ നിയന്ത്രണം IRBയും സ്പെഷ്യൽ ആംഡ് പോലീസും ഏറ്റെടുത്തു. സ്പോട്ട് ബുക്കിംഗ് 5000-ആയി നിജപ്പെടുത്തിയത് തിരക്ക് കുറയ്ക്കുന്നതിന് സഹായകമായെന്നാണ് വിലയിരുത്തൽ. VV വിനോദ് സന്നിധാനത്തുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ തന്നെയുണ്ട്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശബരിമലയിലാണ്. എന്താണ് ശബരിമലയിലെ വിശേഷങ്ങൾ? അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ലേ? ഭവ്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ശബരിമലയിൽ എല്ലാം നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉള്ള ആശങ്ക ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഒഴിവായി ഭക്തർക്ക് സുഖമായ ദർശനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശബരിമല എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും 80,000 ഭക്തരാണ് ദർശനം തേടിയത്. എല്ലാവർക്കും തന്നെ ദർശനം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഭവ്യ പറഞ്ഞതുപോലെ കൂടുതൽ കേന്ദ്രസേന സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. NDRF 2 സംഘം നേരത്തെ തന്നെ സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്നിപ്പോൾ RAFന്റെ പുതിയൊരു സംഘം ഇവിടേക്ക് വരുന്നുണ്ട്. പമ്പയിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നിലയ്ക്കലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പമ്പയിൽ ഇപ്പോൾ എത്തുന്ന ഭക്തർക്ക് നേരിട്ട് തന്നെ സന്നിധാനത്തേക്ക് കയറാൻ, അവിടെ സ്നാനം കഴിഞ്ഞാൽ നേരെ സന്നിധാനത്തേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല, പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രയിൽ 20ഓളം ഇടങ്ങളിൽ നേരത്തെ തന്നെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിന്റെയൊക്കെ പ്രവർത്തനം വളരെ തോതിൽ കാര്യക്ഷമമാക്കുന്ന ഒരു നിലയുണ്ടായി. അവർക്ക് കയറി വരുമ്പോൾ ഭക്തർക്ക് ലഘുഭക്ഷണവും പാനീയങ്ങളും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. ഇതിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. 500-ലധികം പോലീസുകാരെയും കൂടുതലായി വിന്യസിച്ചു. മറ്റിടങ്ങളിലൂടെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്തും പമ്പ വഴിയുള്ള വരവാണ്. മറ്റൊന്ന് ഈ എരുമേലി വഴിയുള്ള കാനനപാത വഴിയുള്ള വരവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ ചില പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പുല്ലുമേട് വഴിയൊക്കെ തന്നെ വലിയ തോതിലല്ലെങ്കിലും ചെറുതായൊക്കെ അയ്യപ്പ ഭക്തരുടെ എണ്ണം, അങ്ങനെ ചെറിയ എണ്ണം അയ്യപ്പ ഭക്തരൊക്കെ എത്തുന്നുണ്ട്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. സ്പോട്ട് ബുക്കിംഗ് 5000-ആയി ഹൈക്കോടതി കുറച്ചിരുന്നു. ഇപ്പോൾ പൂജയുടെ സമയമാണ്. അയ്യപ്പ ഭക്തർ ശരണം വിളിയോടെ ദർശനത്തിന് ശ്രീകോവിലിന് മുന്നിലേക്ക് നീങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഏതായിരുന്നാലും ഈ 5000-ആക്കി സ്പോട്ട് ബുക്കിംഗ് കുറച്ചതോടുകൂടി തന്നെ അതിന്റെ എണ്ണത്തിലും കുറവുണ്ടായി. ഇവിടേക്ക് വരുന്ന സ്പോട്ട് ബുക്കിംഗ്, അതായത് നേരത്തെ തന്നെ വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്യാതെ ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ദേവസ്വം ബോർഡ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കോടതിയിൽ ഇനി റിപ്പോർട്ട് നൽകുമ്പോൾ കൂടുതൽ ഭക്തരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർ വന്നാലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ കടത്തിവിടാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. ചില കരാറുകളൊക്കെ ഏൽപ്പിക്കുന്നതിന് കാലതാമസം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ അതെല്ലാം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഭവ്യ, ശരി. സന്നിധാനത്ത് നിന്ന് VV വിനോദാണ് രാവിലെ തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്.